ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രമാത്രം സ്വീകാര്യതയുള്ള ഒരു വ്യക്തിത്വം അടുത്ത കാലത്തൊന്നും ഉണ്ടായെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ പാർലമെന്റിൽ സീതാറാം ലീഡറായി പ്രവർത്തിക്കുമ്പോൾ ഡെപ്യൂട്ടി ലീഡറായി പ്രവർത്തിക്കാൻ എനിക്ക് സന്ദർഭം ലഭിച്ചിരുന്നു. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഏകോപനം ഏതെങ്കിലും സമയത്ത് ആവശ്യമായി വന്നാൽ അന്നത്തെ പ്രതിപക്ഷ നേതാക്കന്മാർ അവർ എൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഞങ്ങളുടെ മറ്റ് എംപിമാരുടെ അടുത്തോ എന്ന് ചോദിക്കും, വേറെ സീത എന്നാണ്. ആസ്ക് ഹിം ടു കം അർജന്റ്ലി. മറ്റ് പാർട്ടിക്കാരുമായി സംസാരിക്കണമെങ്കിൽ, കീരിയും പാമ്പും പോലെയൊക്കെ നിന്നിരുന്ന മറ്റ് പാർട്ടിക്കാരുമായി സംസാരിക്കണമെങ്കിൽ തന്നെ സീതാറാമിന്റെ സാന്നിധ്യം അനിവാര്യമായിരുന്നു. വളരെ ഡിപ്ലോമാറ്റിക്കായി വ്യത്യസ്ത അഭിപ്രായത്തിലുള്ളവരെ ഒരു പൊതുപ്രശ്നത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ സഖാവ് സീതാറാമിന് കഴിഞ്ഞിരുന്നു. വലിയ ഒരു ഊർജ്ജമായിരുന്നു, പ്രചോദനമായിരുന്നു ആ കാലയളവിൽ ഞങ്ങൾക്കെല്ലാം നൽകിയിരുന്നു. അതോടൊപ്പം 3 ദശകത്തോളം സീതാറാമിനെ ഒന്നിച്ച് കേരളത്തിൽ പാർട്ടി കമ്മിറ്റികളിൽ, സമ്മേളനങ്ങളിൽ, റിപ്പോർട്ടിംഗ്, പൊതുയോഗം എങ്ങനെ വിവിധ തലത്തിൽ അദ്ദേഹത്തിന്റെ പരിഭാഷകനായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. സീതാറാമിന്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ കേംബ്രിഡ്ജിലോ ഹാർവാർഡിലുള്ള അക്കാദമിക സമൂഹത്തോട് സംസാരിക്കുന്ന അതേ വിഷയം തന്നെ തെരുവിലെ സാധാരണക്കാരോട് അവർക്ക് മനസ്സിലാകാൻ കഴിയാവുന്ന ഭാഷയിൽ അവരോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. ഇത്രമാത്രം പ്രത്യയശാസ്ത്ര തെളിമയും രാഷ്ട്രീയ വ്യക്തതയുമുള്ള ഒരു നേതാവിനെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. വലിയ ഒരു നഷ്ടമാണ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും മതനിരപേക്ഷ ഇന്ത്യക്കും ഇതുവഴി സംഭവിച്ചിട്ടുള്ളത്.